Hi everyone, this is Rinsi from Groww Malayalam channel. നമ്മുടെ രാജ്യത്തിൽ കല്യാണ സമയം ആവുമ്പോഴാണ് ഒരുപാട് സ്വർണം കാണുന്ന ഒരു സമയമാണത്. അപ്പം ഇന്ത്യൻ കൾച്ചർ അതുപോലെ നമ്മുടെ ട്രഡീഷൻ്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഭാഗമാണ് ഈ സ്വർണം എന്ന് പറയുന്നത്. അതുമാത്രമല്ല ഒരു സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ ആയിട്ടും കൂടിയാണ് ഇന്ന് ഗോൾഡ് നമ്മൾ കണക്കാക്കുന്നത്. പിന്നെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഈ സ്വർണത്തിൻ്റെ ശരിയായ വില നമ്മൾ മനസ്സിലാക്കാറുള്ളത്. ലൈക്ക് ഇപ്പോൾ പണപ്പെരുപ്പം കൂടുമ്പം സ്റ്റോക്ക് മാർക്കറ്റ് വോളറ്റിലിറ്റിയുടെ സമയത്തൊക്കെ. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ പണപ്പെരുപ്പത്തിനെതിരെ ഒരു പ്രൊട്ടക്ഷനാണ് ഈ ഗോൾഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ 2022 അവസാനത്തിൽ നിന്ന് ഏകദേശം 23% സ്വർണത്തിന്റെ വില കൂടിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ താല്പര്യമുണ്ടോ? അപ്പം താല്പര്യമുണ്ട്, പക്ഷേ ഫിസിക്കൽ ഗോൾഡ് വാങ്ങി അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യമില്ല. അപ്പം അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്സ് നിങ്ങൾക്ക് ശരിയായ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. സോ ഗോൾഡ് ഫണ്ട്സിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് ഗോൾഡ് ഫണ്ട്സ്, അതുപോലെ ഈ ഗോൾഡ് ഫണ്ട്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നോക്കുന്നതായിരിക്കും. ഗോൾഡ് ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ മെച്ചങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇന്ത്യയിലെ ടോപ്പ് 5 ഗോൾഡ് ഫണ്ട്സ് ഏതൊക്കെയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ബട്ട് അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ കൂടി നിങ്ങൾ ലൈക്ക് ചെയ്യാം. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഇന്ന് നമുക്ക് ആദ്യം എന്താണ് ഗോൾഡ് ഫണ്ട്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഗോൾഡ് ഫണ്ട്സ് വർക്ക് ചെയ്യുന്ന പല ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് പൂൾ ചെയ്തിട്ടാണ്. സോ ഇങ്ങനെ നമുക്ക് പല ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ക്യാഷ് ഒരുമിച്ച് കൂട്ടിയിട്ട് അത് ഗോൾഡ് ETF നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഗോൾഡ് ETF എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഗോൾഡിനാണ് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ്. അപ്പോൾ ഇത് പേപ്പർ ഫോം അല്ലെങ്കിൽ ഡീമെറ്റലൈസ്ഡ് ഫോമിലായിരിക്കും ഉണ്ടാവുന്നത്. സോ ഒരു ഗോൾഡ് ETF യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 gram ഗോൾഡ് ആണ്. അപ്പോൾ ഗോൾഡ് ETFകൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റഡ് ആണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഫ്ലെക്സിബിലിറ്റിയും ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സിംപ്ലിസിറ്റിയും രണ്ടും കൂടി കമ്പൈൻ ചെയ്ത ഒന്നാണ്. അപ്പോൾ ഗോൾഡ് ഫണ്ട്സ് ഇൻവെസ്റ്റേഴ്സിന് യൂണിറ്റ് ഇഷ്യൂ ചെയ്യും. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ റെപ്രസെന്റ് ചെയ്യുന്ന ഫണ്ടിന്റെ യൂണിറ്റ് വാല്യൂലാണ്. ഇപ്പോൾ ഈ ഒരു യൂണിറ്റ് വാല്യൂ ആ ഒരു ഫണ്ടിന്റെ നെറ്റ് അസറ്റ് വാല്യൂ, അതായത് NAV ആണ് തീരുമാനിക്കുന്നത്. സോ ഇപ്പം നിങ്ങളുടെ ഫണ്ടിന്റെ NAV കൂടിയാൽ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂവും വളരും, അതുപോലെ തന്നെ തിരിച്ചും വരും. അതായത് NAV കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂവും കുറയും. ഇനി നമുക്ക് ഗോൾഡ് ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യത്തേത് ബുദ്ധിമുട്ടുള്ള സമയത്ത് ഗോൾഡ് ഷൈൻ ചെയ്യുന്നത് കാണാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ ചുറ്റും ബാഡ് ന്യൂസ് ഉള്ള സമയത്താണ് ഗോൾഡ് ന്യൂസിൽ വരാറുള്ളത്. അപ്പോൾ മിക്കപ്പോഴും എക്കോണമി മോശമായിരിക്കുമ്പോൾ ആളുകൾ ഗോൾഡിലേക്ക് തിരിയാൻ വേണ്ടിയിട്ട് തുടങ്ങും. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് പെർഫോമൻസ് മോശമായിരിക്കുമ്പോൾ ഗോൾഡിന്റെ വില കൂടും. സോ ഇങ്ങനെയാണ് ഗോൾഡിന്റെ വില കൂടിയിട്ടുണ്ടെങ്കിൽ ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിന്റെയും വില കൂടും. കാരണം എന്താണ്, നമ്മുടെ ഗോൾഡ് ഫണ്ടിന്റെ അണ്ടർലൈങ് അസറ്റ് ഗോൾഡ് അല്ലേ, അതുകൊണ്ട്. അപ്പോൾ ഈ ഒരു ചാർട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും 2008 US ഫൈനാൻഷ്യൽ ക്രൈസിസ്, അതുപോലെ 2020 COVID-19 സമയത്ത് ഗോൾഡ് ഇക്വിറ്റി അതുപോലെ ഡെറ്റ് മാർക്കറ്റിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ബെനിഫിറ്റ്, ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്സ് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷന് സഹായിക്കും. അപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആയിട്ടാണ് ഗോൾഡിനെ കണക്കാക്കുന്നത്. കാരണം എന്താണ്, ബാക്കിയുള്ള മെയിൻ അസറ്റ് ക്ലാസ് ആയിട്ട് നോക്കുമ്പോൾ ഗോൾഡിന് ഒരു നെഗറ്റീവ് കോറിലേഷൻ ആണുള്ളത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2009 ഫെബ്രുവരിയിൽ US സബ് പ്രൈം മോർഗേജ് ക്രൈസിസ് കാരണം നിഫ്റ്റി 50 ക്രാഷ് ആയി. അങ്ങനെ നിഫ്റ്റി 50 ഇൻഡെക്സ് ഓൾമോസ്റ്റ് 35% ഇടിഞ്ഞു. അതായത് 4296 ലെവലിൽ നിന്ന് 2763 അപ്പോൾ ഈ ഒരു സമയത്ത് ഗോൾഡ് ETF 69% കയറി, അതായത് 8.82 ലെവലിൽ നിന്ന് 14.96 ലെവലിലേക്ക്. 2008-09 ഈ ഒരു വർഷത്തിലായിരുന്നു സ്റ്റോക്ക് മാർക്കറ്റ് ഏറ്റവും മോശം ക്രാഷ് കണ്ട വർഷങ്ങളിലൊന്ന്. അപ്പോൾ FIS, DIS, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റർ അങ്ങനെ എല്ലാവരും തന്നെ വിൽക്കുന്ന ഒരു സമയമായിരുന്നു ഇത്. ഇനി മൂന്നാമത്തെ ബെനിഫിറ്റ്, ഗോൾഡ് ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കൺവീനിയൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട്സിൽ SIP അല്ലെങ്കിൽ ലംസം ത്രൂ ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യം ഇവിടെയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിൽ SIP ഇൻസ്റ്റാൾമെന്റ് കുറഞ്ഞത് 500 രൂപയ്ക്ക് തുടങ്ങാവുന്നതാണ്. അപ്പോൾ ട്രാൻസാക്ഷൻ എടുക്കുന്ന ആ ഒരു ദിവസത്തിന് നെറ്റ് അസറ്റ് വാല്യൂലാണ്. പിന്നെ നിങ്ങൾക്ക് ആ ഒരു ഗോൾഡ് ഫിസിക്കൽ ഗോൾഡിലുള്ള പോലെ സ്റ്റോറേജ് അതുപോലെ സേഫ്റ്റി ഇഷ്യൂസ് ഒന്നും ഇവിടെ വരില്ല. ഇനി ഇവിടുത്തെ ഫോർത്ത് ബെനിഫിറ്റ് എന്ന് പ്രൊഫഷണൽ മാനേജ്മെന്റ് ആണ്. അപ്പോൾ ഗോൾഡ് ഫണ്ട്സ് മാനേജ് ചെയ്യുന്ന പ്രൊഫഷണൽ ഫണ്ട് മാനേജേഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു ഫണ്ട് മാനേജേഴ്സിനൊക്കെ ശരിയായ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇന്ത്യയിലെ ടോപ്പ് 5 ഗോൾഡ് ഫണ്ട്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ത്യയിൽ നമുക്ക് ഒരുപാട് ഗോൾഡ് ഫണ്ട്സ് ഉണ്ട്, പക്ഷേ കഴിഞ്ഞ 3 വർഷത്തിൽ റിട്ടേൺസിന്റെ ബേസിൽ ടോപ്പ് 5 ഫണ്ട്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്താണ് ആക്സിസ് ഗോൾഡ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് പ്ലാൻ. അപ്പോൾ 3 year റിട്ടേൺസ് വരുന്നത് 6.18% ആണ്. Invesco India Gold Fund Direct Plan Growth 3 year returns 5.81%. Aditya Birla Sun Life Gold Fund Direct Growth 3 year returns 5.73%. SBI Gold Fund Direct Growth 3 year returns 5.79%.
HDFC Gold Fund Direct Growth 3-year returns 5.67%. ഇനി നമുക്ക് ഈ ഒരു ഫണ്ട്സ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഗോൾഡ് ഫണ്ട് കാറ്റഗറിയിലെ ബെസ്റ്റ് ഫണ്ടാണ് ആക്സിസ് ഗോൾഡ് ഫണ്ട് ഡയറക്ട് പ്ലാൻ ഗ്രോത്ത്. അപ്പോൾ 3-year റിട്ടേൺസ് വരുന്നത് 6.18% ആണ്. അപ്പോൾ ഈ ഒരു സ്കീമിന്റെ ഒബ്ജക്റ്റീവ് വരുന്നത് ഫിസിക്കൽ ഗോൾഡിന്റെ പെർഫോമൻസ് ആയിട്ട് യോജിച്ച് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം 30th April 2023 പ്രകാരം ഈ ഒരു ഫണ്ടിന്റെ AUM വരുന്നത് 316.18 കോടി രൂപയാണ്. അപ്പോൾ സ്കീമിന്റെ ബെഞ്ച് മാർക്ക് വരുന്നത് ഡൊമസ്റ്റിക് ഗോൾഡ് പ്രൈസ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു സ്കീം ഫണ്ട്, അതായത് ഈ ഒരു ഫണ്ട് മാനേജ് ചെയ്യുന്ന ആദിത്യ പഗാരിയാണ്. അതുപോലെ തന്നെ ഡയറക്ട് പ്ലാന്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 0.17% ആണ്. ഇപ്പോൾ റിസ്കോമീറ്ററിൽ ഈ ഒരു ഫണ്ട് ഹൈ റിസ്ക് കാറ്റഗറിയിലാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ഫണ്ട് അവരുടെ ടോട്ടൽ AUMന്റെ 98.88% ആക്സിസ് ഗോൾഡ് ETF അലോക്കേറ്റ് ചെയ്തേക്കുന്നത്. 1.12% ഡെറ്റ്, ക്യാഷ്, അതുപോലെ കറണ്ട് അസറ്റിലേക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് ഫണ്ട് വരുന്നത് ഇൻവെസ്കോ ഇന്ത്യ ഗോൾഡ് ഫണ്ട് ഡയറക്ട് പ്ലാൻ ഗ്രോത്ത് ആണ്. 3-year റിട്ടേൺസിന്റെ ബേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ബെസ്റ്റ് ഗോൾഡ് ഫണ്ട് ആണിത്. അപ്പോൾ റിട്ടേൺസ് വരുന്നത് 5.81% ആണ് 3-year റിട്ടേൺസ് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്കീമിന്റെ ഒബ്ജക്റ്റീവ് വരുന്നത് ഇൻവെസ്കോ ഇന്ത്യ ഗോൾഡ് ETF നൽകുന്ന റിട്ടേൺസ് ആയിട്ട് ക്ലോസ്ലി റിലേറ്റഡ് റിട്ടേൺസ് നൽകുക എന്നുള്ളതാണ് ഇവരുടെ ഒബ്ജക്റ്റീവ് വരുന്നത്. അപ്പോൾ 30th April 2023 പ്രകാരം സ്കീമിന്റെ AUM വരുന്നത് 63.94 crores ആണ്. അപ്പോൾ സ്കീമിന്റെ ബെഞ്ച് മാർക്ക് ഗോൾഡിന്റെ ഡൊമസ്റ്റിക് പ്രൈസ് ആണ് വരുന്നത്. ഡയറക്റ്റ് ഓപ്ഷന്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 0.16% ആണ്. അപ്പോൾ റിസ്കോമീറ്ററിൽ ഈ ഒരു ഫണ്ട് ഹൈ റിസ്ക് കാറ്റഗറിയിലാണ് വരുന്നത്. ടോട്ടൽ AUMന്റെ 98.02% അലോക്കേറ്റ് ചെയ്ത് ഇൻവെസ്കോ ഇന്ത്യ ഗോൾഡ് ETF അതുപോലെ 1.98% ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസിലേക്കും. ഇനി ഇന്നത്തെ നമ്മുടെ മൂന്നാമത്തെ ഫണ്ട് വരുന്നത് ആദിത്യ ബിർള സൺലൈഫ് ഗോൾഡ് ഫണ്ട് ഡയറക്ട് പ്ലാൻ ഗ്രോത്ത് ആണ്. അപ്പോൾ 3-year റിട്ടേൺസിന്റെ ബേസിൽ ഇന്ത്യയിലെ തേർഡ് ബെസ്റ്റ് ഫണ്ടാണ്. അപ്പോൾ റിട്ടേൺസ് വന്നേക്കുന്നത് 5.73% ആണ്. അപ്പോൾ ആദിത്യ ബിർള ഗോൾഡ് ETF റിട്ടേൺസ് ട്രാക്ക് ചെയ്തിട്ട് റിട്ടേൺസ് നൽകുക എന്നാണ് ഈ സ്കീമിന്റെ ഒബ്ജക്റ്റീവ്. അപ്പോൾ 31st May 2023 പ്രകാരം സ്കീമിന്റെ AUM വരുന്നത് 280.91 കോടി രൂപയാണ്. അപ്പോൾ സ്കീമിന്റെ ബെഞ്ച് മാർക്ക് വരുന്നത് ഗോൾഡിന് ഡൊമസ്റ്റിക് പ്രൈസ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഫണ്ട് മാനേജ് ചെയ്യുന്നത് മിസ്റ്റർ ഹരീഷ് മേത്ത, അതുപോലെ തന്നെ മിസ്റ്റർ പ്രണവ് ഗുപ്ത ചേർന്നിട്ടാണ്. അതുപോലെ തന്നെ ഡയറക്റ്റ് ഓപ്ഷന്റെ എക്സ്പെൻസ് റേഷ്യോ ഇവിടെ വരുന്നത് 0.15% ആണ്. പിന്നെ റിസ്കോമീറ്ററിൽ ഇതൊരു ഫണ്ട് ഹൈ റിസ്ക് കാറ്റഗറിയിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഫണ്ടിന്റെ ടോട്ടൽ AUMന്റെ 99.25% ആദിത്യ ബിർള സൺലൈഫ് ഗോൾഡ് ETF അലോക്കേറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ 0.75% ക്യാഷ് ആൻഡ് അതർ കറണ്ട് അസറ്റിലേക്കും. ഇനി ഫോർത്ത് ഫണ്ട് വന്ന് SBI ഗോൾഡ് ഫണ്ട് ഡയറക്ട് പ്ലാൻ ഗ്രോത്ത്. അപ്പോൾ 3-year റിട്ടേൺസിന്റെ ബേസിൽ ഇന്ത്യയിലെ ഫോർത്ത് ലാർജസ്റ്റ് ഫണ്ടാണ് SBI ഗോൾഡ് ഫണ്ട്. അപ്പം 3-year റിട്ടേൺസ് വരുന്നത് 5.79% ആണ്. അപ്പോൾ SBI ഗോൾഡ് ETF റിട്ടേൺസ് ആയിട്ട് ക്ലോസ്ലി സെയിം റിട്ടേൺസ് നൽകുക എന്നുള്ളതാണ് ഈ ഒരു സ്കീമിന്റെ ലക്ഷ്യം. അപ്പോൾ 30th April 2023 പ്രകാരം ഈ ഒരു സ്കീമിന്റെ AUM വരുന്നത് 1365.71 കോടി രൂപയാണ്. അപ്പോൾ സ്കീമിന്റെ ബെഞ്ച് മാർക്ക് വരുന്നത് ഗോൾഡ് പ്രൈസ് ആണ്. അപ്പോൾ ഈ ഒരു ഫണ്ട് മാനേജ് ചെയ്യുന്നത് മിസ്റ്റർ രവി പ്രകാശ് ശർമ്മ ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഡയറക്റ്റ് ഓപ്ഷന്റെ എക്സ്പെൻസ് റേഷ്യോ ഇവിടെ വരുന്നത് 0.1% ആണ്. റിസ്കോമീറ്ററിൽ ഈ ഒരു ഫണ്ട് ഹൈ റിസ്ക് കാറ്റഗറിയിലാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഫണ്ടിന്റെ ടോട്ടൽ AUMന്റെ 99.93% അലോക്കേറ്റ് ചെയ്തേക്കുന്നത് SBI ഗോൾഡ് ETF അതുപോലെ 0.07% ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റിലും. ഇനി ഫിഫ്ത്ത് ഫണ്ട് HDFC ഗോൾഡ് ഫണ്ട് ഡയറക്ട് പ്ലാൻ ഗ്രോത്ത്. അപ്പം 3-year റിട്ടേൺസിന്റെ ബേസിൽ ഇന്ത്യയിലെ ഫിഫ്ത്ത് ബെസ്റ്റ് ഫണ്ടാണ്. അപ്പം 3-year റിട്ടേൺസ് വരുന്നത് 5.67% ആണ്. അപ്പോൾ ഈ ഒരു സ്കീമിന്റെ ഒബ്ജക്റ്റീവ് വരുന്നത് SBI ഗോൾഡ് ETF ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ക്യാപിറ്റൽ അപ്രീസിയേഷൻ നേടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പം 30th April 2023 പ്രകാരം സ്കീമിന്റെ AUM വരുന്നത് 1541.85 കോടി രൂപയാണ്. അപ്പോൾ സ്കീമിന്റെ ബെഞ്ച് മാർക്ക് വരുന്നത് ഫിസിക്കൽ ഗോൾഡിന്റെ ഡൊമസ്റ്റിക് പ്രൈസ് ആണ്. ഡയറക്റ്റ് ഓപ്ഷന്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 0.18% ആണ്. റിസ്കോമീറ്ററിൽ ഈ ഒരു ഫണ്ട് ഹൈ റിസ്ക് കാറ്റഗറിയിലാണ് ഉള്ളത്. അപ്പോൾ ടോട്ടൽ AUMന്റെ 99.92% അലോക്കേറ്റ് ചെയ്തേക്കുന്നത് HDFC ഗോൾഡ് ETF അതുപോലെ 0.08% ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റിലേക്കും. സോ ഇതാണ് 2023 ഇന്ത്യയിലെ ടോപ്പ് 5 ഗോൾഡ് ഫണ്ട്സ്. അപ്പോൾ നിങ്ങളിവിടെ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യണം. നമ്മൾ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എക്സ്പേർട്സ് പറയാറുള്ളത് നമ്മുടെ ടോട്ടൽ പോർട്ട്ഫോളിയോയുടെ 5 മുതൽ 10% മാത്രമേ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. അപ്പോൾ ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഗോൾഡിലേക്ക് എക്സ്പോഷർ എടുക്കാവുന്ന നല്ലൊരു വഴിയാണ്. അതുപോലെ തന്നെ നമ്മുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കും. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഗോൾഡിന്റെ വാല്യൂ ഫ്ലക്ച്വേറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റിന് നമുക്കൊരു ഗ്യാരണ്ടീഡ് റിട്ടേൺസ് ഒന്നും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷേ നിങ്ങൾ ശരിയായൊരു ഫണ്ട് ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോയ്ക്ക് ഒരു വാല്യൂ അഡീഷൻ ആയിരിക്കും. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. സോ നമുക്കിതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി.
Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.